ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൈം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഓണമായിട്ട് ഒരു മൂവി കണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു സിനിമയ്ക്ക് അങ്ങ് പോയി. മദ്രാസി ശിവകാർത്തികേയൻ്റെ ചിത്രം, അമരന് ശേഷം ശിവകാർത്തികേയൻ്റെ പുറത്തിറങ്ങുന്ന ചിത്രം, അതോടൊപ്പം AR മുരുകദാസും ശിവകാർത്തികേയനും കൂടെ ആദ്യമായിട്ട് ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട്. മദ്രാസി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു വലിയ ഹോപ്പ് ഇല്ലാതെയാണ് ഞാൻ ചിത്രത്തിന് പോയത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, മുരുകദാസിൻ്റെ സമീപകാല ചിത്രങ്ങളെല്ലാം പരാജയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ എക്സ്പെക്റ്റേഷൻ വെച്ചില്ല. അതോടൊപ്പം ശിവകാർത്തികേയൻ എന്നുള്ളൊരു വ്യക്തിയിൽ മാത്രമായിരുന്നു ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഹോപ്പ് ഇല്ലാതെ പോയി. ഒരു ചോറ് പ്രതീക്ഷിച്ച് പോയവന് ഒരു ബിരിയാണി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അതായിരുന്നു എൻ്റെ അവസ്ഥയെന്ന് പറയാം. വേറെ ലെവലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഓഫ് ഓൾ മുരുകദാസിൻ്റെ ഒരു കമ്പാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം കത്തിക്ക് ശേഷം അദ്ദേഹത്തിന് നല്ലൊരു സിനിമ, അവസാനം അദ്ദേഹത്തിന് നല്ലൊരു സിനിമ അല്ലെങ്കിൽ ഹിറ്റായൊരു സിനിമ എന്ന് പറയുന്ന കത്തിയായിരുന്നു. അതിനുശേഷം എല്ലാ ചിത്രങ്ങളും ഇങ്ങനെ തുടർച്ചയായിട്ട് പരാജയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ കത്തിക്ക് ശേഷം ഒരു നല്ലൊരു സിനിമ, നല്ലൊരു കമ്പാക്കാണ് അദ്ദേഹം ചിത്രത്തിലൂടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സ്ക്രീൻ പ്ലേയും കാര്യങ്ങളും, ഫസ്റ്റ് ഹാഫ് ആയിക്കോട്ടെ, സെക്കൻഡ് ഹാഫ് ആയിക്കോട്ടെ, എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ, വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ. ചെറിയൊരു ലാഗായിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ ആ ലവ് സീൻ അല്ലെങ്കിൽ റൊമാൻസ് കാര്യങ്ങളൊക്കെയാണ് ചെറിയൊരു ലാഗായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം വളരെ ടൈറ്റായിട്ടുള്ളൊരു സംഭവങ്ങളായിരുന്നു. സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് വളരെ ടൈറ്റായിട്ട് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയി. ഫസ്റ്റ് ഓഫ് ഓൾ ശിവകാർത്തികേയൻ, വിജയ് ശിവകാർത്തികേയൻ്റെ കയ്യിൽ തുപ്പാക്കി കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കരിയർ വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. കാരണം അതിനുശേഷം ഇറങ്ങിയ അമരൻ നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടി. അതിനുശേഷം വരുന്ന മദ്രാസി, ഇത് ഉറപ്പായിട്ടും നല്ലൊരു കളക്ഷൻ അടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുപ്പാക്കി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് തന്നെ തുപ്പാക്കി വെച്ചുള്ളൊരു സിനിമ തന്നെയാണ് AR മുരുകദാസ് എടുത്തിരിക്കുന്നത്. ഫുള്ള് ഗണ്ണ് വിളയാട്ടമാണെന്ന് പറയാം ഈ സിനിമയിൽ. അത് വളരെ മനോഹരമായിട്ട് ശിവകാർത്തികേയൻ ചെയ്തു. ശിവകാർത്തികേയൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഹേറ്റേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് കോമഡി മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു. പക്ഷേ അമരനിലൂടെ അദ്ദേഹം അത് തിരുത്തി കുറിച്ചു. വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചു. അത് എന്താണെന്ന് വെച്ചാൽ, ആക്ഷൻ സീനുകളിലായിക്കോട്ടെ, എമോഷൻ സീനുകളിലായിക്കോട്ടെ, വേറെ ലെവലിലുള്ള ആക്ടിങ്ങാണ് ശിവകാർത്തികേയൻ എടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ശിവകാർത്തികേയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പടത്തിന് പോയി പടം അല്ലെങ്കിൽ ഗ്രോത്ത് വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും വരും വർഷങ്ങളിൽ ടയർ 1 പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. തമിഴിലെ മുൻനിര നായക നിരയിലേക്ക് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു. ടയർ 1 പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റേത്. പിന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് വില്ലൻ്റെ പെർഫോമൻസ്, വിദ്യുത്തിൻ്റെ തുപ്പാക്കി വില്ലൻ്റെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും അദ്ദേഹത്തിൻ്റെ ആ ഒരു കെമിസ്ട്രിയും കാര്യങ്ങളും ശിവകാർത്തികേയനും കൂടെയുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു. ഇത് കണ്ടാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു സീൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പണ്ട് രജനീകാന്തിൻ്റെ ഡയലോഗാണ് ഓർമ്മ വന്നത്. കാരണം രജനീകാന്ത് പറഞ്ഞിട്ടുണ്ട്, ആൻ്റണി ഇല്ലെങ്കിൽ ഭാഷ ഇല്ല എന്ന്. അത്ര സ്ട്രോങ് ആയിട്ടൊരു വില്ലൻ ഉള്ളതുകൊണ്ടാണ് ശിവകാർത്തികേയൻ്റെ ഹീറോയിസം നമുക്ക് വേറെ ലെവലായിട്ട് ഇവിടെ തോന്നിയെന്ന് പറയാം. മെൻ്റലി ഡിസ്റ്റർബ് ആയ ഒരു നായകൻ അദ്ദേഹത്തിൻ്റെ ലവറിന് വേണ്ടി ഏത് എക്സ്ട്രീം ലെവൽ വരെ പോകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു കഥയുടെ ഒരു ചുരുക്കം എന്നത്. പക്ഷേ വളരെ നല്ല രീതിയിൽ അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിജുവേട്ടൻ നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്, വിജു മേനോന്. അതോടൊപ്പം വിജയുടെ കസിനുണ്ട്. അദ്ദേഹം വലിയ റോളൊന്നും ഇല്ലെങ്കിലും അവിടെയൊക്കെ കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട്. വിത്താർത്ഥ അങ്ങനെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫിയാണ്. വേറെ ലെവലിലാണ് രണ്ട് സ്റ്റണ്ട് മാസ്റ്റർ ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. വേറെ ലെവലാണ് ആക്ഷൻ സീനുകളൊക്കെ. ആക്ഷൻ പടം ഇഷ്ടപ്പെടുന്നവർക്ക് വേറെ ലെവൽ ട്രീറ്റാണ് ഈ പടം എന്ന് പറയാം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കത് വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നിയത്, ഇതിലെ പാട്ടുകളൊന്നും അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. BGM കുഴപ്പമില്ല, പക്ഷേ പാട്ടുകളൊന്നും വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. അതാണ് എനിക്ക് അനിരുദ്ധ് നിരാശപ്പെടുത്തിയെന്ന് പറയാം. BGM അടിപൊളിയായിട്ടുണ്ട്, പാട്ടുകൾ ഇതായിട്ട് തോന്നിയെന്ന് പറയാം. പിന്നെ ശിവകാർത്തികേയൻ്റെ ആ ഒരു ബോഡി ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ടുണ്ട്. വിദ്യുത്തിൻ്റെ അല്ലെങ്കിൽ വില്ലൻ്റെ ബോഡി ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. ഏതായാലും വളരെ നല്ലൊരു ഫസ്റ്റ് ഹാഫും വളരെ നല്ലൊരു സെക്കൻഡ് ഹാഫും. പിന്നെ ഇനി പീക്ക് എന്ന് പറയുന്ന ഇൻ്റർവെൽ സീനൊക്കെ വളരെ അടിപൊളിയായിരുന്നു. കാരണം മുരുകദാസ് ചിത്രങ്ങളിൽ നമുക്കറിയാം അദ്ദേഹത്തിന് ഇൻ്റർവെൽ സീനുകളൊക്കെ വേറെ ലെവലായിരിക്കും. അതുപോലെ തന്നെ ഇതിലും ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. വേറെ ലെവൽ ഒരു ഫോൺ കോൺവെർസേഷൻ, അത് അവസാനിക്കുമ്പോൾ തന്നെ പീക്ക് ലെവലിലേക്ക് ഗൂംസോംസിൻ്റെ വേറെ ലെവലിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ട് തന്നെ ഇൻ്റർവെൽ അവസാനിക്കുമ്പോൾ തന്നെ തൃപ്തിയായെന്ന് പറയാം. കാരണം ഇൻ്റർവെൽ ആയപ്പോൾ തന്നെ കൊടുത്ത കാശ് മുതലായി എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ സെക്കൻഡ് ഹാഫ് ബോണസ് ആണെന്ന് പറയാം. ഏതായാലും ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. വേറെ ലെവൽ ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക്
വളരെ നല്ലൊരു വിരുന്നായിരിക്കും. പക്കാ തിയേറ്റർ മെറ്റീരിയലാണ് സിനിമ എന്നത്. ശിവകാർത്തികേയൻ്റെ കരിയറിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള കുതിപ്പാണ് ഈ ചിത്രം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മദ്രാസി 2 നല്ല ഡയലോഗുകൾ, മുടിഞ്ചാ തുടരാന്നുള്ള ഡയലോഗും അതോടൊപ്പം തുപ്പാക്കി അവൻ കയ്യിൽ ഇരുന്നാ വില്ലൻ നാന്താടാന്നുള്ള ഡയലോഗിനൊക്കെ നല്ല ക്ലാപ്സ് ആയിരുന്നു തിയേറ്ററിൽ. ഏതായാലും വേറെ ലെവൽ നായകനും വില്ലനും കൂടിയുള്ള ആ സീനുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല പക്കാ ഫൈറ്റ്. ശിവാർത്തിനെ ഇത്രയൊക്കെ ഫൈറ്റ് ചെയ്യുമെന്നൊക്കെ അത് കണ്ടപ്പോൾ നമുക്ക് തന്നെ എനിക്ക് തന്നെ വളരെ അത്ഭുതമായിട്ട് തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത് ഇങ്ങനെ നാൾക്ക് നാൾ കൂടിക്കൂടി വരികയാണ്. വിജയ് വെറുതെ അല്ല അദ്ദേഹത്തിന് ഈ തുപ്പാക്കി കൊടുത്തതെന്ന് ഈ സിനിമ കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. തമിഴ് സിനിമയുടെ ഫ്യൂച്ചർ ഇതെൻ്റെ കയ്യിൽ ഭദ്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.